ഷൈനി മാം ചെക്ക് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. റസാഖ് സാർ എൻ്റെ അകത്തുണ്ടോ? റസാഖ് സാർ ട്രെയിനറിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയണോ? 5:30 തൊട്ട് ശ്രമിക്കുക. ഒന്ന് നോക്കിയേ സാർ. ഇതില് നമ്മളെ ഈ ലിങ്കിനല്ല അയച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ലിങ്ക് അയച്ചു കൊടുത്തത്. എന്താ പ്രശ്നം? എല്ലാരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കായിട്ട് എന്ത് ബുദ്ധിമുട്ട്? എന്ത് ചെയ്യും? മറ്റെന്തെങ്കിലും പ്രശ്നമാണോ? അതോ ജോയിൻ ചെയ്യാത്ത പ്രശ്നം ഉണ്ടാവില്ല? മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവും ചിലപ്പോ. ഒന്നുകൂടെ ഞാൻ ചോദിക്കാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കും. ട്രെയിനർ ജോയിൻ ചെയ്യുന്നത് വരെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊന്ന് ഡിസ്കഷൻ ചെയ്യാമോ? ഞാൻ ഒന്നും കൂടി അവരുമായിട്ട് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. ചെയ്തോക്കെ. ആരാ പറയാ? ഓ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാന് ഓക്കെ. മാജിക് മോർണിംഗ് ഓൾ. മാജിക് മോർണിംഗ് സാർ. ട്രെയിനർ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. മുംതാസ് മാം. അത് ബാസ്റ്റർ സാർ മാജിക് മോർണിംഗ് പറഞ്ഞിട്ടില്ല. അത് പറയാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്താണ്. മാജിക് മോർണിംഗിൽ മാജിക് സംഭവിച്ചു. ഓക്കെ, പറഞ്ഞോളൂ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഹാപ്പിനെസ് മ്യൂട്ടാണ്. കൃഷ്ണ തുടങ്ങിക്കോളൂ. ഹാപ്പിനെസ് ഓഫ് ലൈഫ് എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുക്കുന്നത് ടീച്ചറും ഫാമിലി കൗൺസിലറും ആയിട്ടുള്ള മുംതാസ് മാം ആണ്. വെൽക്കം മാം. ഓക്കെ, എന്റെ ഓഡിയബിൾ ആണോ? ഓക്കെ ഓക്കെ. അതെ. താങ്ക് യു. സോറി ഫോർ ദ ലേറ്റ്. എനിക്കെന്തോ നെറ്റിന്റെ എറർ ഉണ്ടായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ട്. പറഞ്ഞു. പോയാ? ഓക്കെ. ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. Good morning, ma'am. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ. ലൈഫ് ഓഫ് ഹാപ്പിനെസ്. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മുതിർന്ന സഹോദരങ്ങൾക്ക്, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ നന്മയിലാണ്. നിങ്ങൾ ചെയ്ത നന്മയിലാണ് ഞങ്ങളെപ്പോലെയുള്ള ഓരോരുത്തരും എൻ്റെ പുതിയ തലമുറയിൽ ജീവിക്കുന്നത്. അതിനുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ആദ്യം തന്നെ നിങ്ങളെ ഓരോരുത്തരെ അറിയിക്കുകയാണ്. നിങ്ങളുടെ പുണ്യപ്പെട്ട, നിങ്ങളുടെ നല്ല മനസ്സും നിങ്ങൾ പുതിയ തലമുറക്ക് കൈമാറി വന്ന നന്മയുടെ, ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ, നിങ്ങളുടെ കരുതലിൻ്റെ എല്ലാ സ്നേഹവും കൊണ്ടാണ് ഇന്ന് പുതിയ തലമുറ, ജെൻസി ആയിക്കോട്ടെ, ജെൻസി ആൽഫ ആയിക്കോട്ടെ, ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാവ് എ നൈസ് ഡേ. നമുക്ക് ഒരു ചെറിയ പാട്ടൊക്കെ പാടി തുടങ്ങാം അല്ലേ? ലൈഫ് ഓഫ് ഹാപ്പിനെസ് അല്ലേ? സന്തോഷായിട്ടിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കൂടിയിരിക്കാൻ ഒരു ഹാപ്പിനെസ് ക്ലബ്ബ്, അല്ലെങ്കിൽ ലൈഫ് ഓഫ് മാജിക് എന്നൊക്കെ പറയുന്ന പോലെ ഒരേ ചിന്തകൾ, ഒരേ അവസ്ഥകൾ, ഒരേ പ്രായം, അല്ലെങ്കിൽ സമപ്രായക്കാർ എന്നൊക്കെ പറയുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുന്ന ഈ സമയത്ത് പരസ്പരം സ്നേഹം പങ്കുവെക്കുക, അല്ലെങ്കിൽ പരസ്പരം നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കുക, സന്തോഷങ്ങൾ പങ്കുവെക്കുക, ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി
നമ്മൾ കണ്ടെത്തിയ മാം 2 ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ടോ? നോ മാം. ഉണ്ടല്ലോ, ഡബിൾ ആയിട്ട് സൗണ്ട് വരുന്നുണ്ടേ. ഇപ്പോഴോ? പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം. ആശകൾ തേനും നിരാശകൾ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവെക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമിയിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്. പലരും പറയും, എനിക്ക് ജീവിതത്തിൽ കഷ്ടപ്പാടാണ്, സങ്കടമാണ്, സന്തോഷമില്ല, ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ലൈഫ് പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ചിലരൊക്കെ സങ്കടം പറയുന്നത് ഞങ്ങൾ കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, അമ്മമാരെ, സഹോദരങ്ങളെ, നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ ഒരു അവസരം തന്നത് തന്നെ നമ്മുടെ സൗഭാഗ്യമല്ലേ? അച്ഛൻ്റെയും അമ്മയുടെയും ഒരുപാട് സ്പേമുകളിൽ നിന്നും നമ്മൾ ഒരാൾ മുന്നോട്ട് കുതിച്ചു പാഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ നമ്മുടെ സൗഭാഗ്യമാണ്. ഈ സുന്ദരമായ ഭൂമിയിൽ ജനിക്കാൻ കഴിഞ്ഞത് തന്നെ സൗഭാഗ്യമാണ്. ആരോഗ്യമുള്ള ശരീരം തന്നു, കണ്ണിന് കാഴ്ച തന്നു, കയ്യിനും കാലിനും ആരോഗ്യം തന്നു, ആന്തരിക അവയവങ്ങൾക്കെല്ലാം ആരോഗ്യം തന്ന് ഈ ഭൂമിയിൽ ഇങ്ങനെ സുഖസുന്ദരമായ ഈ സുന്ദരമായ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് അവസരം തന്നത് തന്നെ സൗഭാഗ്യമാണ്. പിന്നെ ഉള്ളതൊക്കെ നമ്മൾ നേടിയെടുക്കുന്നതാണ് അല്ലേ? കേരളത്തിൽ ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പാട്ടെന്ന് പറയുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ, ഈ നരകത്തീന്നെന്നെ കരകേറ്റിയിടേണം, തിരുവൈക്കം വാഴും ശിവശംഭോ എന്നൊരു പാട്ടുണ്ട് ഇല്ലേ? നരനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചിട്ട് നരകമാണ് ഇവിടെയെങ്കിൽ പിന്നെ എവിടെയാണ് പ്രിയപ്പെട്ടവരെ സ്വർഗമുള്ളത്? എവിടെയാണ് സ്വർഗം? നമ്മൾ പറയും മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗമുണ്ട്. പക്ഷെ അവിടെ പോയ ഏതെങ്കിലും ഒരാൾ, അത് നമ്മുടെ വിശ്വാസമാണ്, നമുക്ക് മുന്നോട്ട് പോകാനുള്ള യാത്രയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ ഭൂമി നരകമാണെങ്കിൽ കാണാത്ത ഒരു ലോകത്തെക്കുറിച്ച് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ അവിടെ എന്താണെന്ന് നമുക്കറിയില്ല. ഈ ജനിച്ച ഈ ഭൂമിയിൽ ഒരുപക്ഷെ 60, 70, 80 ഭാഗ്യമുള്ളവർ 100 വരെ ജീവിച്ചിരിക്കുന്നുണ്ടാകും. ഈ ഭൂമി നരകമാണെങ്കിൽ പിന്നെ എവിടെയാണ് നമുക്ക് സ്വർഗം അല്ലേ? ഈ ഒരു ഭൂമിയാണ് ഏറ്റവും സുന്ദരമായതും നമുക്ക് ജീവിക്കാനുള്ളതും നമുക്ക് സന്തോഷിക്കാനുള്ളതും. ഇവിടെ കിട്ടിയ സൗഭാഗ്യങ്ങൾ ആവോളം ആസ്വദിച്ച് മക്കൾ, ഭാര്യ, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ ഭൂമിയിലുണ്ട്. ഉള്ളതിനെ വെച്ച് ഉള്ളയിടത്ത് ഉള്ളത് കൊണ്ട് സന്തോഷമായി ജീവിക്കുന്നവനാണ് ജീവിതത്തിൽ സന്തോഷം കൈവരിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ ആലോചിച്ചാൽ അറിയാം, നമുക്കറിയാം നമ്മുടെ ഈ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ആർദ്രവമായ ഒരു അവയവം അല്ലെങ്കിൽ നമ്മുടെ ഒരു ആന്തരിക അവയവം എന്ന് പറയുന്നത് തലച്ചോറാണ്. ഈ തലച്ചോറിനെ ഏറ്റവും കട്ടിയുള്ള അസ്ഥി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അതിനൊരു കുഞ്ഞു ക്ഷതം പോലും ഏൽക്കാൻ പാടില്ല എന്നുള്ള രക്ഷയിലാണ് ദൈവം തമ്പുരാൻ അതിനെ അത്രയും കട്ടിയുള്ള ഒരു അസ്ഥികൂടം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത്. അതേപോലെ നമ്മുടെ കണ്ണിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കണ്ണിലേക്ക് ഒരു പൊടിയോ പടലമോ ചെല്ലാതിരിക്കാൻ കണ്ണിന് മുകളിൽ നമുക്ക് പുരികം തന്നിട്ടുണ്ട്. അതിനു മുകളിൽ കൺപീലി തന്നിട്ടുണ്ട്. ഈ പുരികം എന്ന് പറയുന്നത് നമുക്ക് ത്രെഡ് ചെയ്ത് പൊരിച്ചു വെക്കാനുള്ള സാധനമല്ല, അത് ആ കണ്ണിനുള്ള സംരക്ഷണമാണ്. ആ കണ്ണിലേക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു പൊടി പോയി കഴിഞ്ഞാൽ
ഒരു കുഞ്ഞു എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വൈപ്പർ എടുത്ത് വെള്ളമടിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ സ്വയം വെള്ളം വരും ആ കണ്ണിനെ വൃത്തിയാക്കാൻ. മൂക്കിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. മൂക്ക് നമുക്ക് വായുടെ താഴെയാണ് എന്നുണ്ടെങ്കിൽ, വായുടെ ചോട്ടിലാണ് നമുക്ക് മൂക്ക് പിടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ വായിലേക്ക് പോകുന്ന എന്തെങ്കിലും ഒരു സാധനത്തിന്റെ സ്മെല്ല് നമുക്ക് മനസ്സിലാവോ? ഇല്ല. അതേപോലെ നമ്മുടെ നാക്കെന്ന് പറയുന്നത് ഏത് ഭാഗത്തേക്കും എങ്ങോട്ടും ചലിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയിലാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ പല്ലുകളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? മുന്നിലെ പല്ലുകൾ നമ്മൾ കൂട്ടിക്കടിക്കുമ്പോൾ നമ്മുടെ ബാക്കിലെ പല്ലുകൾ തമ്മിൽ തട്ടില്ല. ബാക്കിലെ പല്ലുകൾ കൂട്ടിക്കടിക്കുമ്പോൾ മുന്നിലെ പല്ലുകൾ തട്ടൂല. ഇങ്ങനെയാണ് ഓരോന്നും. അതേപോലെ നമ്മുടെ ഹൃദയം എത്ര എല്ലിന്റെ ഉള്ളിലാണ്, എത്ര വാരിയെല്ലിന്റെ ഉള്ളിലാണ് ആ ഹൃദയത്തെ സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ളത്. ഇനി എന്ത് കഴിച്ചാലും നമുക്ക് ദഹിക്കാൻ പാകത്തിന് നമ്മുടെ ആമാശയം, നമ്മുടെ കിഡ്നി, നമ്മുടെ ഓരോ അവയവങ്ങളും ഇത്ര ഭംഗിയായി ഈ ഭൂമിയിലേക്ക് നമ്മളെ പടച്ച് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ട്, ഇത്രയും സുന്ദരമായി നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ട ഈ ഭൂമിയിൽ സന്തോഷകരമായി ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല, നമ്മൾക്ക് ഇവിടുന്ന് അങ്ങോട്ടൊന്നും കൊണ്ടുപോകാനും കഴിയില്ല. പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊന്നും സമ്പാദിക്കാത്തതിൻ്റെയും സ്വത്തില്ലാത്തതിൻ്റെയും പേരിൽ നമ്മളിങ്ങനെ വിഷമിക്കുന്നത് അല്ലേ? ഈ ഒരു സോറി, എന്തെങ്കിലും പറയാനുണ്ടോ മാഡം? ഇല്ല മാം, തുടർന്നോളൂ. ഓക്കെ. ഇങ്ങനെയുള്ള ഈ ഭൂമിയിൽ സന്തോഷകരമായിട്ട് ജീവിക്കുക. നമുക്കറിയാം, ഒരു പ്രായം കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞ് എൻ്റെ മുൻ തലമുറയെ മാറ്റി നിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ സീനിയർ സിറ്റിസൺ ആണ്, അവർക്കിനി ഒന്നും ചെയ്യാനില്ല, അവർ ജീവിതത്തിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്തവരാണ്, അവർ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടേണ്ടവരാണ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൽ ഞാൻ വയോജനങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ വയോജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നത് കണ്ടിട്ടുണ്ട്. വയോജനങ്ങളാണ് മുന്നിലേക്ക് വരേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങൾക്കറിയുന്ന അത്ര കാര്യങ്ങൾ, നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ, നിങ്ങൾ പഠിച്ചെടുത്ത പാഠങ്ങൾ, നിങ്ങൾ കണ്ട ജീവിതങ്ങളൊന്നും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ അനുഭവിച്ച യാതനകളൊന്നും ഞങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്ത യാത്രകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം വരുമ്പോഴും നിങ്ങളെപ്പോലുള്ള സീനിയേഴ്സായ ആളുകൾ മുന്നോട്ട് വരണം. നിങ്ങളാണ് പുതിയ തലമുറക്ക് മാതൃകയാകേണ്ടവർ. നിങ്ങളാണ് അവർക്ക് വഴി തെളിച്ചു കൊടുക്കേണ്ടവർ. നിങ്ങളാണ് അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കേണ്ടവർ. നിങ്ങളാണ് ഞങ്ങളെപ്പോലെയുള്ളവരെ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് ഞങ്ങൾക്ക് സമൂഹത്തിൽ ചെയ്യാനുള്ളത്, നിങ്ങൾ ചെയ്തതിനേക്കാൾ ഒരു പടി കൂടി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു തരേണ്ട ആളുകൾ നിങ്ങളാണ്. നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം വയോജനങ്ങൾ എന്ന് പറയുന്നത് 4 വിധമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വൃദ്ധർ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വയോജനങ്ങൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ടവരല്ല സീനിയർ സിറ്റിസൺ. 4 വിധം പ്രായമായ ആളുകളുണ്ട്. നമ്മൾ കുലവൃദ്ധൻ എന്ന് കേട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് കുലവൃദ്ധൻ. കുലവൃദ്ധൻ എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികളും കുടുംബവും കുറെ മക്കളും സന്തതി പരമ്പരകൾ ഉണ്ടാക്കിയെടുത്ത്, ഒരുപാട് മക്കളെ ഉണ്ടാക്കിയെടുത്ത് ഒന്നുമല്ലാതായി തീർന്ന ആളുകളല്ല. കുടുംബ പാരമ്പര്യത്തിലൂടെ, മക്കളിലൂടെ, മരുമക്കളിലൂടെ തൻ്റെ സമൂഹത്തിനും തൻ്റെ നാടിനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവർ. അതുപോലെയാണ് ധനവൃദ്ധൻ. ഒരുപാട് പൈസ സമ്പാദിച്ച്, ഒരുപാട് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി, ഒരുപാട് കെട്ടിടങ്ങൾ വാങ്ങി, ഒരുപാട് മക്കൾക്ക് സമ്പാദിച്ചു വെച്ച് ആർക്കും കൊടുക്കാതെ ഒറ്റക്ക് അത് തൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം എന്ന് വിചാരിച്ച് സമ്പാദിച്ചവനല്ല ധനവൃദ്ധൻ. താൻ സമ്പാദിച്ചതിന്റെ പങ്ക് തൻ്റെ മക്കൾക്കും തൻ്റെ കുടുംബത്തിനും അതുപോലെ തൻ്റെ സമൂഹത്തിനും തൻ്റെ പുതിയ തലമുറക്കും വേണ്ടി മാറ്റിവെച്ചവനാണ് ധനവൃദ്ധൻ. അതുപോലെ തന്നെയാണ് വിദ്യാവൃദ്ധൻ. ഒരുപാട് വിദ്യാഭ്യാസം നേടി തലച്ചോറിന്റെ മടക്കുകൾക്കുള്ളിൽ എടുത്തു വച്ചവനല്ല. ആ വിദ്യാഭ്യാസം തൻ്റെ തലമുറയ്ക്ക് വേണ്ടി, തൻ്റെ പുതിയ തലമുറക്കും തൻ്റെ സമൂഹത്തിനും തൻ്റെ കുടുംബത്തിനും വേണ്ടി പകർന്നു കൊടുത്ത് സമൂഹത്തിന്റെ ഭാഗമായി മാറിയവനാണ് വിദ്യാവൃദ്ധൻ. അതുപോലെ 4ാമത് വരുന്നത് മാത്രമാണ് വയോവൃദ്ധൻ.
ഈ നാലാമത് വരുന്ന ഒരു ഏറ്റവും കുറഞ്ഞ ഒരു പെർസെൻറ്റേജിന് വേണ്ടി മറ്റുള്ള എല്ലാവരെയും അതിലേക്ക് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട എന്നെ ഈ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും, നിങ്ങൾ ഞങ്ങളെക്കാൾ ഏർലി മോർണിംഗിന് എണീക്കുന്നു, നിങ്ങളുടെ യോഗ ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ഏറ്റവും നന്നായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓരോ ദിവസവും ആക്റ്റീവായിട്ട് ചെയ്യുന്ന ആളുകളാണ്. ഈ ആക്റ്റീവായിട്ട് ചെയ്യുന്ന നിങ്ങൾ ഇനിയും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി പ്രസരിപ്പോടുകൂടി കാര്യങ്ങൾ നടത്തണം. പ്രസരിപ്പോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. ഏതൊരു മേഖലയിലും, നിങ്ങളുടെ നാട്ടിലായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബത്തിലായിക്കോട്ടെ, നിങ്ങളുടെ അയൽപ്പക്കത്തായിക്കോട്ടെ, ഉപകാരമാകുന്ന, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് മുന്നോട്ട് തന്നെ പോകണം. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റൻ ആക്കണം. കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റൻ ആയാൽ, സംസാരം നന്നായാൽ, ചിരി നന്നായാൽ പകുതി നന്നായി, സംസാരം നന്നായാൽ മുഴുവൻ നന്നായി എന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ തന്നിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നന്നാവുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റൻ ആക്കുക. സോഫ്റ്റൻ എന്ന് പറഞ്ഞാൽ മൃദുവാക്കുക. എസ് ഫോർ സ്മൈൽ. സ്മൈൽ. ഒരാളെ, നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളെ കണ്ടാൽ നിങ്ങൾ പുഞ്ചിരിയോടെ സംസാരിക്കുക. നമുക്ക് ദേഷ്യങ്ങൾ ഉണ്ടാകും, പ്രഷർ ഉണ്ടാകും, സങ്കടങ്ങൾ ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് നമ്മുടെ പ്രയാസങ്ങളോ നമ്മുടെ സങ്കടങ്ങളോ നമ്മുടെ പ്രശ്നങ്ങളോ അറിയില്ല. അവരോട് നിങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ കാണിക്കാതെ അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. എസ് ഫോർ സ്മൈൽ. ഓ ഫോർ ഓപ്പൺ ഹെർട്ട്. മനസ്സ് തുറന്ന് സംസാരിക്കുക. മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളത് തന്നെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. എല്ലാ വഴിയിൽ പോണവരോടുമല്ല മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടത്. നിങ്ങളുടെ മനസ്സ് കേൾക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അതേ ഡെപ്തിൽ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അയാളോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ മനസ്സിന്റെ ഭാരം കുറയും. അതിനു വേണ്ടിയിട്ടാണ് ഓപ്പൺ ഹെർട്ട്. ഇനിയോ എഫ്, ഫോർവേഡ് ടു ലീൻ. മുന്നോട്ട് കുനിയുക. നമ്മളെല്ലാം മക്കളടുത്തൊക്കെ, മക്കളാണെങ്കിലും അവരുടെ കയ്യിൽ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മക്കളുടെ മുന്നിൽ ഒന്ന് ചെറുതായി കൊടുക്കുക. മക്കളുടെ മുന്നിൽ ഒന്ന് ചെറുതാകുന്നത് കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ചില രക്ഷിതാക്കളുടെയൊക്കെ വിചാരം നമ്മളൊന്ന് മക്കളുടെ മുന്നിൽ താഴ്ന്നു പോയാൽ, അല്ലെങ്കിൽ മക്കളുടെ അടുത്തൊന്ന് കുറഞ്ഞു പോയാൽ നമ്മുടെ ആ നിലയൊന്ന് കുറഞ്ഞു പോകുന്ന. അങ്ങനെയൊന്നുമില്ല. മക്കളുടെ മുന്നിൽ ഒന്ന് തോൽവി സമ്മതിച്ചു കൊടുത്താൽ അവർക്ക് നമ്മളോടുള്ള ഇഷ്ടവും ബഹുമാനമൊക്കെ കൂടെ ഉള്ളൂ. ഫോർവേഡ് ടു ലീൻ. ഈ ഐ കോണ്ടാക്ട്. എസ് ഫോർ സ്മൈൽ. ഓ ഫോർ ഓപ്പൺ ഹെർട്ട്. ഫോർവേഡ് ടു ലീൻ. ടി, ടച്ച്, തൊടുക. ഒരാളെ നമ്മൾ ദൂരെ നിന്ന് സംസാരിക്കുന്നതും ഒരാളുടെ അടുത്ത് നിന്ന് നമ്മൾ അയാളെ ടച്ച് ചെയ്തുകൊണ്ട്, ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരനായിക്കോട്ടെ കൂട്ടുകാരി ആയിക്കോട്ടെ, അവരോടൊപ്പം ഒന്ന് ചേർന്നിരുന്ന് അവരെ ഒന്ന് തൊട്ട് സംസാരിക്കുന്നതിന്റെ ഒരു ഫീലിങ്ങും രണ്ടും തന്നെയാണ്. ടച്ച്. ഐ കോണ്ടാക്ട്. കണ്ണിൽ നോക്കി സംസാരിക്കുക. നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ സംസാരിക്കുന്നത് ഒരിക്കലും കണ്ണിൽ നോക്കി സംസാരിക്കില്ല. അവര് അവിടെയും നോക്കി ഇവിടെയും നോക്കി അപ്പുറത്തും നോക്കിയിട്ടാണ് കാര്യങ്ങൾ പറയുക. ഒരു പക്ഷെ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇയാൾ എന്താണ് ഈ പറയുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. കണ്ണിൽ നോക്കി സംസാരിക്കുക. അടുത്തത് നോഡിങ്. തല കുലുക്കുക. ഒരാൾ നമ്മളോടൊരു കാര്യം പറയുന്ന സമയത്ത് അയാൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവർ പറയുന്നതൊന്ന് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിൽ അവരോടൊന്ന് തല കുലുക്കി സംസാരിക്കുക. നോഡിങ്. എസ് ഫോർ സ്മൈൽ. ഓ ഫോർ ഓപ്പൺ ഹെർട്ട്. എഫ് ഫോർ ഫോർവേഡ് ടു ലീൻ. ടി ഫോർ ടച്ച്. ഇ ഫോർ ഐ കോണ്ടാക്ട്. എൻ ഫോർ നോഡിങ്. സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു 90% പരിഹാരമാകും. കാണുന്നവരോടൊക്കെ പുഞ്ചിരിച്ച് സംസാരിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ. അത് പ്രഷർ കൊണ്ട് ജീവിക്കേണ്ടതല്ല. പ്രഷർ വന്ന് ഹാർട്ട് പൊട്ടി മരിക്കാനുള്ള ആളുകളല്ല നമ്മൾ പുഞ്ചിരിച്ച് സന്തോഷമായിട്ട് നമ്മുടെ കൂട്ടുകാരോടൊപ്പം, കുടുംബത്തോടൊപ്പം, നമ്മുടെ സമൂഹത്തോടൊപ്പം, നമ്മുടെ സഹപ്രവർത്തകരോടൊപ്പം നമ്മൾ സന്തോഷകരമായി ജീവിക്കേണ്ട ആളുകളാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്നവർ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ നന്ദിയുള്ളവളാണ്.
ഏതായാലും നിങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നു. ഞാൻ കാരണം നിങ്ങളുടെ ടൈം ലേറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ഞാൻ നേരത്തെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും മോശമായി വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എൻ്റെ പേര് മുംതാസ് എന്നാണ്. ഞാൻ നിലമ്പൂരാണ് താമസം. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ്. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ എനിക്ക് 3 മക്കളുണ്ട്. 2 പെൺകുട്ടികളും 1 മോനും. പെൺകുട്ടികൾ 2 പേരും ബിഫാം കഴിഞ്ഞ് ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യാണ്. ഹസ്ബൻഡ് എൻ്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ മോൻ MBA കഴിഞ്ഞ് നിൽക്കുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു വെരി മച്ച്. Thank you. പോയിന്റ് Thank കൂടെ you. പറയാമോ? സ്മൈൽ സ്മൈൽ, ഓപ്പൺ ഹെർട്ട്, ഫോർവേഡ് ലുക്കിംഗ് ഫോർവേഡ് ടു ലീൻ, മുന്നോട്ട് കുനിയുക. ആൻഡ് ടച്ച്, N for nodding. താങ്ക് യു. Thank you, ma'am. Thank you so much for the session. വളരെ വ്യത്യസ്തമായ ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറ്റു ടീം മെമ്പേഴ്സിനെ ക്ഷണിക്കുന്നു. നല്ലൊരു ടോപ്പിക്കാണെന്ന് മുസ്തഫ പറഞ്ഞു. നല്ലൊരു ടോപ്പിക്കാണ്. സ്റ്റാർട്ടിങ് കുറച്ച് ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. നല്ല കാരണം ഇപ്പം ജെൻസും അതുപോലെ തന്നെ പ്രായമുള്ള ഒരു ബന്ധങ്ങളിൽ ജീവിക്കുന്ന ഒരു കാലത്ത് ഇത്രയും ക്ലാസ്സുകളൊക്കെ നമുക്ക് കൂടുതൽ അടുക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി നല്ല ഉദാഹരണ സഹിതമാണ് ഈ ക്ലാസ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കേൾക്കാൻ പറ്റി. നന്നായിട്ടുണ്ട്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാഡം. സോഫ്റ്റിന്റെ ഫുൾ ഫോം ശരിക്കും ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഇപ്പോ നമ്മൾക്ക് മാഡം പറയും പോലെ ഒന്നിച്ചിരിക്കുക, ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, തെറ്റ് ചെയ്താൽ തല കുലിക്കുക, ഐ കോണ്ടാക്ട്, ഇതൊന്നും ഇപ്പൊ ഇല്ല മാഡം. വാസ്തവം പറഞ്ഞു എല്ലാവരും നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞാലും അവരെല്ലാം ഫോണിലായിരിക്കും. അപ്പൊ പിന്നെ ഇപ്പൊ പലപ്പോഴും നമ്മൾ വെറുതെ എന്നിട്ട് പോവാം എന്നുള്ളതേ ഉള്ളൂ. എന്നാലും നമുക്കത് ചെയ്യാം. മറ്റുള്ളവർ ചെയ്തില്ലെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോഴത്തെ ജെൻസി ആൽഫക്കാരൊന്നും ഇതൊന്നും ഉൾക്കൊള്ളുന്ന ആൾക്കാരല്ല. എന്നാലും നമ്മുടെ ജനറേഷനിലുള്ളവർക്ക് അത് ചെയ്യാം എന്നുള്ളത്. പിന്നെ കൂട്ടുകാരുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ആണ് ഇപ്പോഴുള്ള ഏക ഒരു ആശ്രയം. അല്ലാതെ ഇപ്പോഴത്തെ മക്കളുമായിട്ടുള്ള കോണ്ടാക്ട് വളരെ കുറവാണ്. കാരണം അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. പലപ്പോഴും അവർ കുറച്ചൊക്കെ കേൾക്കാറുള്ളൂ. പിന്നെ നമ്മൾ പറയുന്ന കാര്യം ഒരു ഫോണിലൂടെ അവരെ കണ്ണും പ്രവൃത്തിയൊക്കെ ഫോണിലായിരിക്കും. നമ്മൾ പറയണത് അവർ ചെവികൊണ്ട് കേൾക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മാഡം പറഞ്ഞതുപോലെ കണ്ണിൽ നോക്കി സംസാരിക്കുകയും നമ്മളൊരു തെറ്റ് ചെയ്താൽ അവരെ മുമ്പേ തെറ്റാണെന്ന് നമ്മൾ സമ്മതിക്കുകയൊക്കെ ചെയ്താൽ അവിടെ പല പ്രശ്നങ്ങളും ഒഴിവായി കിട്ടും. പക്ഷെ അത് മുൻ തലമുറയ്ക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ തലമുറയും ഉണ്ട്. ഈ തലമുറയോടെ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും മാഡത്തിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. നല്ല പുതിയതായിട്ട് ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു. കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാഡം. താങ്ക് യു. അടുത്ത പറഞ്ഞോളൂ. മനസ്സാർ പറയുന്നില്ലേ? മാജിക് മോർണിംഗ്. മുംതാസ് മാം, വളരെ നന്നായിരുന്നു ക്ലാസ്. Thank you. അപ്പൊ ഈ ഭൂമിയിൽ ജനിക്കാൻ കഴിഞ്ഞത് വളരെയധികം സൗഭാഗ്യമായിട്ട് കരുതുന്ന ആൾ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഈ നമുക്ക് പ്രഷർ ഇല്ലാതെ നമ്മൾ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ലഭിച്ചത്. അതിന് ഈ വൃദ്ധന്മാരെ ക്ലാസിഫൈ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട്. പലതരത്തിലുള്ള വൃദ്ധന്മാർ, 4 തരം. അതുപോലെ തന്നെ ഈ സോഫ്റ്റ് എന്നുള്ളത് അതിന്റെ ഫുൾ ഫോം ഓരോന്നിലും സ്മൈല്, നമ്മൾ ടച്ച്, അതുപോലെ നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കേണ്ട ഐ കോണ്ടാക്ട് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ഇന്ന് പ്രസന്റ് ചെയ്തത്.
അപ്പം ഇന്ന് നമ്മളെ സാധാരണ ലൈഫിൽ നമ്മളെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളെ ജീവിതം സ്വന്തം സുഖകരമായിട്ട് മുന്നോട്ട് പോകാനും ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് ഉണ്ടായത്. അതിന് നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു മാഡം. താങ്ക് യു. മാജിക് മോർണിംഗ്. പേര് മുംതാസ്, ക്ലാസ് മുംതാസാണ് അല്ലേ? താങ്ക് യു സാർ. ക്ലാസ് മുംതാസ് ആയിട്ടുണ്ട്, അല്ല സൂപ്പർ മുംതാസ് ആയിട്ടുണ്ട്. താങ്ക് യു. എന്തായാലും നല്ലൊരു വാണിംഗ് ആണ്. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമ്മളെല്ലാവരും ഇവിടെ അനുഭവിക്കുന്നത് നമ്മുടെ മുൻ തലമുറ ചെയ്തു വെച്ച ആ ഒരു സംഭവം തന്നെയാണ്. എന്താണെങ്കിലും ഒരു പുട്ടും ചായയും കുടിക്കണമെങ്കിൽ തേങ്ങ ഇടണമെങ്കിൽ ഒരു 5 വർഷം 10 വർഷം മുമ്പ് ആരെങ്കിലും നട്ടുപിടിപ്പിച്ച തെങ്ങിൻ്റെതായിരിക്കും. അപ്പൊ മുൻപ് വെച്ചത് നമ്മളെ പിതാവൻ അല്ലെങ്കിൽ പിതാവിന്റെ പിതാവ് വെച്ചത് തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് ഓർമ്മപ്പെടുത്തി ഓരോന്നിനും ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓരോ ദിവസവും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നവരും എഴുതുന്നവരും കേൾക്കുന്നവരും ഒക്കെ ആണെങ്കിലും അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തിയതിൽ വളരെ നന്ദി. താങ്ക് യു. പോണില്ലേ? മണി 6:30 വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ നല്ല ക്ലാസ് കേട്ടോ. നല്ല ശിലമാൻ പറയുന്നുണ്ടോ? പറഞ്ഞോ ഷൈനി. ദസം നല്ലൊരു ക്ലാസ് കേട്ടോ. ആദ്യം ആ പാട്ട് വളരെ നന്നായിരുന്നു, നന്നായിട്ട് പാടി. പിന്നെ നല്ലൊരു പറഞ്ഞതുപോലെ ഈ സോഫ്റ്റ് എന്നതിന്റെ ഫുൾ ഫോം ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. നമുക്കൊരു നല്ലൊരു ജീവിതം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ കുറെ കാര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലും കൂടെ ആയിരുന്നു ഈ ഒരു ക്ലാസ്. ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ മാമിന്റെ ആ ഒരു പാട്ട് കേട്ടപ്പോൾ തന്നെ ഒരു വളരെ സന്തോഷമായി എന്നുള്ളതാണ്. പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്നൊരു സന്തോഷം വന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. എന്തായിരുന്നാലും ഇനിയും വരണം, ഇനിയും നമുക്ക് ക്ലാസ് വരാം എടുക്കണം. വരാം. താങ്ക് യു. ഓക്കെ ഞാൻ മൺഡേ ആണ് ക്ലാസ് എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. അപ്പൊ പെട്ടെന്നാണ് ഇന്നലെ പോസ്റ്റർ വന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിപ്പയർഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ 1-2 ദിവസമായിട്ട് ഹോസ്പിറ്റൽ കേസുമായിട്ട് ആയിരുന്നു. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി കുറച്ചുകൂടി സമയം എടുത്ത് നന്നായിട്ട് ചെയ്യാം. തീർച്ചയായും മാം ഇനിയും വരണം. തീർച്ചയായും വരാം. നിങ്ങളെ പോലെയുള്ള ആളുകളുടെ കൂടെ ഇരിക്കുന്നതാണ് എനിക്കും സന്തോഷം. നമുക്ക് ഓഫ്ലൈൻ ആയിട്ടൊക്കെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം. ഓക്കെ ഓക്കെ മാം. നല്ലൊരു ലൈഫിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമായിരുന്നു. തീർച്ചയായിട്ടും സോഫ്റ്റ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. അതേമാതിരി പെരുമാറാൻ ശ്രമിക്കും. പിന്നെ നമുക്ക് എന്തെല്ലാം കിട്ടിയിട്ടുണ്ടോ അവയ്ക്കൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളുള്ളവരായിരിക്കണം എന്ന് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം. മാം അതൊന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചു തന്നു എന്ന് മാത്രം. തീർച്ചയായിട്ടും നല്ലൊരു ഐ ഓപ്പണിംഗ് സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. മുംതാസ് മാം എന്താ വർക്ക് ചെയ്യേണ്ടത്? ഞാൻ ടീച്ചറാണ്. ഓക്കെ ശരി. ടീച്ചർ ഒരു ജോലിയും ക്ലാസ് എടുക്കൽ ഒരു പാഷനും കൂടി കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ക്ലാസ് എടുക്കലേനല്ലേ ടീച്ചറെ ജോലി? ഞാൻ നിങ്ങളെ വയോജനങ്ങളെ ക്ലാസ് ഒക്കെ എടുക്കാൻ ഞാൻ പോവാറുണ്ട്. നല്ല രസമാണ്. നിങ്ങളായിട്ട് സംവദിക്കാൻ നല്ല രസമാണ്. പാട്ടൊക്കെ പാടി ഓഫ്ലൈൻ ആകുമ്പോ ഒന്നുകൂടി രസമാണ്. നിങ്ങളും കൂടെ പാടും. ഓൺലൈനിൽ നമുക്ക് അത് കഴിയില്ലല്ലോ. ഞങ്ങള് വയസ്സന്മാരല്ല, വയസ്സന്മാരോട് വേറുണ്ട്. നിങ്ങള് വയസ്സന്മാരായിട്ട് ഞാൻ കൂട്ടിയിട്ടേ ഇല്ല. ഞാനും മണിസാറാണ് ഇവിടെ ഏറ്റവും ചെറുപ്പക്കാരായിട്ട്. അല്ല, മണിസാറ് ബഷീർ സാറൊക്കെയാണ് ചെറുപ്പക്കാരുള്ളത്. കുറച്ചെങ്കിലും വയസ്സുള്ള ഇപ്പൊ മുസ്തഫയാണ്. ആ മോളില് റെഡ്മി നോട്ട് എന്നുള്ളത് കുറച്ച് വയസ്സനാണ് ആള്. ഓക്കെ താങ്ക് യു. താങ്ക് യു. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? വൈൻഡപ്പ് ചെയ്തോളൂ. നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വേണ്ടി ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ക്ലാസ് എടുത്തു തന്ന മുംതാസ് മാമിനും ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ ബി മാജിക് ടീം മെമ്പേഴ്സിനും എൻ്റെ നന്ദി. താങ്ക് യു എവറി വൺ. സീ യു ടുമോറോ. താങ്ക് യു മാഡം. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.
ശരി മാം.